Hi everybody, good morning. Welcome back to the online platform of third semester BA Literature, English Grammar and Usage. Friends, through the last classes we were completed here plenty points on plenty topics, right? Good. And today itself I would like to analyze the fourth chapter, synonyms and antonyms. What is it? Come on. Synonyms and antonyms. നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നാൽ സിനോണിംസ് ആൻറ്റോണിംസ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ ഫെമിലിയറൈസ്ഡ് ആയിരിക്കും. ഐ തിങ്ക് യു ന്യൂ വെൽ ദാറ്റ് പോയിന്റ്, വാട്ട് ഈസ് സിനോണിം ആൻഡ് വാട്ട് ഈസ് ആൻറ്റോണിം. ഇതൊക്കെ നിങ്ങൾക്കറിയാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ, നമ്മൾ ഇന്ന് ആ വിഷയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ യു listen very carefully, watch and understand well. Okay, let's proceed today's class right now. First of all, let us introduce synonyms. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്ന് സിനോണിംസ് പരിചയപ്പെടാം. എന്താണ് സിനോണിം എന്നുള്ളത്? അപ്പോൾ സിനോണിം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, പര്യായ പദം എന്ന് പറഞ്ഞാൽ പര്യായ പദം. ഓക്കെ, എന്താ പര്യായ പദം? ഇപ്പോൾ സ്ത്രീ എന്ന വാക്കിൻ്റെ പര്യായമാണ് പെണ്ണ്. ഓക്കെ, ആണ് എന്ന വാക്കിൻ്റെ പര്യായമാണ് പുരുഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയല്ലോ, ഇതിനാണ് പര്യായ പദം എന്ന് പറയുക. ദാറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് സിനോണിം. അതാണ് ഇംഗ്ലീഷിൽ സിനോണിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തിട്ടും വി ഗെറ്റ് മോർ ആൻഡ് മോർ വൊക്കാബുലറി. ഇങ്ങനെ സിനോണിം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു വേർഡിന് തന്നെ ഡിഫറെൻറ്റ് വേർഡ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുകയാണ്? കൂടുതൽ വൊക്കാബുലറി. ദാറ്റ് മീൻസ് കൂടുതൽ പദസമ്പത്ത് വി ക്യാൻ ഗെറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിനോണിംസ് യൂസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഗുഡ്. സോ വാട്ട് ഈസ് സിനോണിം? ലെറ്റ് us ഡിസ്കസ്. റീഡ് ഓൺ. സിനോണിംസ് ആർ വേർഡ്സ് ദാറ്റ് ആർ സിമിലർ. സിനോണിം എന്ന് പറഞ്ഞാൽ വേർഡ്സുകളാണ് ദാറ്റ് ആർ സിമിലർ, ഒരേപോലെയുള്ള, ഓർ ഹാവ് എ റിലേറ്റഡ് മീനിങ്, അല്ലെങ്കിൽ തത്തുല്യമായ അർത്ഥമുള്ള. ഒന്നെങ്കിൽ ഒരേ മീനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വേർഡിനോട് അടുത്ത് ബന്ധമുള്ളതായിരിക്കും. ഓക്കെ, ടു അനദർ വേർഡ്, മറ്റൊരു വേർഡിൻ്റെ. അപ്പോൾ ഒരു വേർഡിൻ്റെ അതേ അർത്ഥമുള്ളതോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അർത്ഥമുള്ളതോ ആയ വാക്കുകൾക്കാണ് കമോൺ സിനോണിംസ് എന്ന് പറയുന്നത്. They can be life savers when you want to avoid repeating the same words. നമ്മുടെ ലൈഫ് സേവ് ചെയ്യും. എങ്ങനെ? ഈ സിനോണിംസ്. നമുക്ക് എന്താ ആവശ്യം ഉണ്ടാകുമ്പോൾ, വെൻ യു വാണ്ട് ടു അവോയ്ഡ് റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ്. ഒരേ വേർഡ് തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുന്ന ഈ ആവർത്തന വിരസത നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ? സിനോണിം കിട്ടിക്കഴിഞ്ഞാൽ. യു ഗോട്ട് ഇറ്റ്? ഓവർ ആൻഡ് ഓവർ. പലപ്പോഴും നമ്മൾ ഒരേ വേർഡിനെ ആവർത്തിക്കുമ്പോൾ ഒരു തരം മടുപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ വാക്കുകൾ വേറെ കൊടുക്കുമ്പോൾ അതേ അർത്ഥമുള്ള അത് നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യും. ഓക്കെ, മറ്റൊന്ന്, ഓൾസോ സംടൈംസ് ദ വേർഡ് യു ഹാവ് ഇൻ മൈൻഡ് മൈറ്റ് നോട്ട് ടു ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വേർഡിനെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇട്ട് അമ്മാനം പാടുമ്പോൾ ആ വാക്ക് കിട്ടിക്കോളുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് മറ്റൊരു വേർഡായിരിക്കും കിട്ടുക. അപ്പോൾ അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. അതും ഇതിൻ്റെ പ്രത്യേകത. which is why finding the right synonym can come in handy. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ കുറച്ച് സിനോണിം ഉണ്ടായിരിക്കുക, പര്യായം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. വേണ്ട സമയത്ത് വേണ്ട വാക്കുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് സിനോണിം മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, ഇന്ന് നമുക്ക് ചില സിനോണിംസ് അങ്ങോട്ട് പരിചയപ്പെടാം. യു അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഗൈസ്, റീഡ് ഓൺ. The word synonym originates from two Greek words. രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സിനോണിം എന്ന് പറയുന്ന ഇന്നത്തെ ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിത്തീർന്നത്.
ഏതൊക്കെയാണ് 2 ഗ്രീക്ക് വേർഡ്? ഒന്ന് സിൻ, SYN എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ്. അതിൻ്റെ അർത്ഥം മീനിങ് ടുഗെദർ എന്നാണ്. സിൻ എന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം കമോൺ ടുഗെദർ എന്നാണ് അർത്ഥം. ആൻഡ് ഒനിം, ഏത്? ഒനിം എന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം നെയിം എന്നാണ്. തിരിഞ്ഞുകണം. സിൻ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം കമോൺ ടുഗെദർ എന്നും ഒനിം എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം നെയിം എന്നുമാണ്. അപ്പോൾ ഈ സിൻ ഒനിം എന്ന 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ സിനോണിം എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഇൻ ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് ഓൾ വേർഡ്സ് ഹാവ് മോർ ദാൻ 1 സിനോണിം. കണ്ടാ, ഇംഗ്ലീഷ് ഭാഷയിൽ ഓൾമോസ്റ്റ് ഓൾ വേർഡ്സ്, ഏകദേശം എല്ലാ വാക്കുകൾക്കും ഹാവ് മോർ ദാൻ 1 സിനോണിം, ഒന്നോ അതിലധികമോ പര്യായ പദമുണ്ട്. ഓക്കെ. ലേണിംഗ് സിനോണിംസ് ഓഫ് വേർഡ്സ് എനേബിൾ ദ സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്. കണ്ടോ? അപ്പോൾ നിങ്ങൾ സിനോണിംസ് പഠിക്കുന്നതിലൂടെ വാട്ട് വി ഗെറ്റ്, നമുക്ക് എന്ത് നേട്ടമാണ് ഉള്ളത്? എനേബിൾ ദ സ്റ്റുഡൻസ്, അത് വിദ്യാർത്ഥികളെ കഴിവുറ്റതാക്കും. എന്തിന്? ടു ഇംപ്രൂവ് റൈറ്റിംഗ്, എഴുത്ത് മനോഹരമാക്കുവാനും, ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്, നിങ്ങളുടെ സംസാര ഭാഷയിൽ വ്യത്യസ്തങ്ങളായ വാക്കുകൾ കൊണ്ടുവരാനും അത് നിങ്ങളെ പര്യാപ്തമാക്കും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഓക്കെ ഗൈസ്, റീഡ്. സിനോണിംസ് ക്യാൻ ബിലോങ് ടു എനി പാർട്ട് ഓഫ് സ്പീച്ച്. Example, nouns, verbs, adjectives, adverbs or prepositions, as long as both members of the pair are the same part of speech. നോക്കൂ, ഈ സിനോണിം എന്ന് പറയുന്നത് അത് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ 8 പഠിച്ചില്ലേ? 8 പാർട്സ് ഓഫ് സ്പീച്ച്. അതിൽ നൗണായിട്ടും സിനോണിമിൽ ഉണ്ടാവും, വേർബിലും സിനോണിം ഉണ്ടാവും, അഡ്ജക്റ്റീവിലും സിനോണിം ഉണ്ടാവും, ആഡ്വേർബിലും ഉണ്ടാകും, പ്രിപ്പോസിഷനിൽ വരെ എന്തുണ്ട്? സിനോണിം ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഗുഡ്. ഇത് നമുക്ക് ഒരു 1-2 എക്സാമ്പിൾ ഈ ഓരോ വിഷയങ്ങൾക്ക് നോക്കാം. കമോൺ, റീഡ് ഓൺ. എക്സാമ്പിൾസ് ഓഫ് സിനോണിംസ് ആർ ഗിവൻ ബിലോ. കേട്ടാ, ഒന്ന് ശ്രദ്ധിക്കൂ. ഫസ്റ്റ്, വാഷ് ആൻഡ് ക്ലീൻ. എന്താണ്? വാഷ് ആൻഡ് ക്ലീൻ. അത് എന്തിന് എക്സാമ്പിളാണ്? വേർബിന് എക്സാമ്പിൾ. വേർബ്, ക്രിയ. വാഷ് ആൻഡ് ക്ലീൻ. വാഷ് എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് ക്ലീൻ എന്നുള്ളത്. ഓക്കെ, സിനോണിം, വേർബിനാണ്. നെക്സ്റ്റ്, വെസൽ ആൻഡ് റിസെപ്റ്റാക്കിൾ. എന്താണ്? വെസൽ ആൻഡ് റെസിപ്റ്റാക്കിൾ. വെസൽ, പാത്രം അല്ലേ? അതിൻ്റെ മറ്റൊരു വേർഡാണ് റെസിപ്റ്റാക്കിൾ എന്നുള്ളത്. അത് എന്തിന് എക്സാമ്പിളാണ്? നൗണിന് എക്സാമ്പിളാണ്. ഓക്കെ. മറ്റൊന്ന്, ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്. ബ്യൂട്ടിഫുൾ എന്നതിൻ്റെ മറ്റൊരു വേർഡാണ് അട്രാക്റ്റീവ് എന്നുള്ളത്. അത് എന്തിന് എക്സാമ്പിളാണ്? അഡ്ജക്റ്റീവിന് എക്സാമ്പിളാണ്. ഓക്കെ. ക്വിക്ക്ലി ആൻഡ് റാപ്പിഡ്ലി. കണ്ടാ, ക്വിക്ക്ലി എന്ന വേർഡിൻ്റെ മറ്റൊരു വേർഡാണ് റാപ്പിഡ്ലി എന്നുള്ളത്. അതെന്തിന് എക്സാമ്പിളാണ്? ആഡ്വേർബിന് എക്സാമ്പിളാണ്. കേട്ടോ, ആഡ്വേർബ് വെർബിനെ വിശേഷിപ്പിക്കുക, അഡ്ജക്റ്റീവ് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുക. ഇനി മറ്റൊന്ന്, ഇൻ ആൻഡ് ഇൻ ടു. ഇൻ ആൻഡ് ഇൻ ടു, പ്രീപോസിഷൻ. ഇൻ എന്നതിൻ്റെ മറ്റൊരു വാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻ ടു എന്ന പ്രീപോസിഷൻ. കണ്ട, അപ്പോൾ ഇങ്ങനെ എന്തുണ്ട്? പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പല വിഭാഗങ്ങൾക്കും എന്ത് കൊടുക്കാറുണ്ട്? സിനോണിംസ് കൊടുക്കാറുണ്ട്. നിങ്ങൾ എക്സാമ്പിൾ കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഈ 5 വിഭാഗങ്ങളിൽ വരുന്ന സിനോണിംസ്, പര്യായപദം നിങ്ങൾ ചെറിയ എക്സാമ്പിൾ കണ്ടല്ലോ. ഇനി നമുക്ക് ലാർജ് വൈഡായിട്ട് എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിൾ കൂടി പരിചയപ്പെടാം. ഓൾ ഓഫ് യു റീഡ്. എ സിനോണിം ഈസ് എ വേർഡ് ദാറ്റ് മീൻസ് എക്സാക്റ്റ്ലി ഓർ നിയർലി ദ സെയിം. അതാ, ഒന്നെങ്കിൽ എക്സാക്റ്റ് അർത്ഥമായിരിക്കും, അല്ലെങ്കിൽ ആ വേർഡിനോട് തൊട്ടടുത്തുള്ള അർത്ഥം വരും. ആസ് അനദർ വേർഡ്, മറ്റൊരു വേർഡിൻ്റെ. ഓക്കെ, വായിച്ചോളൂ. അട്രാക്റ്റീവ്, അപ്പീലിംഗ്, അക്കംപ്ലിഷ്ഡ്, അച്ചീവ്, അഡ്മിറ്റ്, കൺഫസ്, alike, same, assist, help, awful, terrible, begin, start, big, large, buy, purchase, center, middle, child, kid, choose, select, complete, finish, delicious, yummy, depart, leave, difficult, hard, easy, simple, end, finish, enormous, huge, fast, quick, fool, idiot, enjoyment, fun, garbage, trash, gather, collect, present, gift,
excellent, good, help, assist, thought, idea, interesting, exciting, kind, helpful, laugh, giggle, listen, hear, mistake, error, neat, tidy. കണ്ടോ, ഇത്രയും നമ്മൾ കണ്ടല്ലോ. ഇനിയുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിക്ഷണറി നോക്കിയിട്ട് കിട്ടാത്തൊന്നും അധികം ഉണ്ടാവില്ല. അത് നിങ്ങൾ ഡിക്ഷണറി നോക്കി കണ്ടെത്തുക. ഇത് ഒന്നെങ്കിൽ തൊട്ടടുത്ത അർത്ഥം അല്ലെങ്കിൽ എക്സാക്റ്റ് അർത്ഥമായിരിക്കും. ഇതാണ് സിനോണിംസ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു സിനോണിംസ് പരിചയപ്പെടാം. ഓക്കെ ഗൈസ്, മറ്റു ചില സിനോണിംസ് കൂടി നമുക്ക് പരിചയപ്പെടാം. ഒന്ന് വായിച്ചേ വേർഡ് സിനോണിംസ്. കൊളോസൽ, ഇമ്മൻസ്, ജൈജാന്റിക്, സ്പേഷ്യസ്, enjoyable, festive, exciting, joyous, accomplished, gathered, earned, received, astonishing, superb, glorious, terrific, agreeable, helpful, courteous, pleasant, appealing, fair, beautiful, lovely, announced, hissed, gabbed, lectured, compact, minute, little, puny, awfully, fantastically, exceptionally, marvelously, extensive, large, huge, vast, entertaining, incredible, fantastic, splendid, acquired, obtained, gained, retrieved, excellent, superior, magnificent, wonderful, cordial, kind, friendly, warm, attractive, gorgeous, enchanting, stunning, declared, hollered, gossiped, whispered, diminutive, petite, miniature, tiny, dreadfully, incredibly, extraordinarily, wonderfully. You got it? Good. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വേർഡ് മീനിങ് ഒക്കെ കിട്ടാത്ത കുറച്ച് ഒരു കൂടുതലുണ്ട് തോന്നുന്നു. അത് നിങ്ങൾ പിന്നെ ഡിക്ഷണറി നോക്കി അണ്ടർസ്റ്റുഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് സിനോണിംസിൻ്റെ മറ്റു ചില വാക്കുകളാണ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം, ഒരേ വാക്ക് എന്നർത്ഥം. ഡെലീഷ്യസ്, സ്ക്രംഷ്യസ് എന്നർത്ഥം. സ്റ്റാർച്ച്, ബിഗിൻ, പ്രറ്റി, ലവ്ലി, ക്വിക്ക്, ഫാസ്റ്റ്, large, enormous, scared, frightened, tired, sleepy, sick, ill, bring, carry, woman, lady, rich, wealthy, smart, intelligent. കണ്ടോ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളായി കൊടുക്കാവുന്നതാണ്? സിനോണിമിന് എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ ഒരുപാട് വാക്കിൻ്റെ സിനോണിമ് കണ്ടില്ലേ? ഇനിയും ഒരുപാട് വേർഡ്സുകളുണ്ട് സിനോണിമായി പര്യായപദമായി യൂസ് ചെയ്യാൻ കഴിയുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി വെക്കുക. എന്നാൽ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിനും സ്പീക്കിംഗ് സ്കില്ലിനും അത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. യു അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതുവരെ സിനോണിംസ് എന്താ എന്ന് പഠിച്ചു മനസ്സിലാക്കി. ഇനി നിങ്ങൾ കുറച്ചൊരു എക്സർസൈസ് തരികയാണ്. അപ്പോൾ ആ എക്സർസൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിക്ഷണറി നോക്കിയിട്ട് ഇതിൻ്റെ പര്യായ പദങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന അർത്ഥങ്ങളുള്ള വാക്കുകൾ ഏതാ എന്ന് ഇന്ന് തന്നെ എഴുതി എനിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടാ. നല്ല കുട്ടികളായി സെൻഡ് ചെയ്ത് തരാം. അപ്പോഴാണ് മനസ്സിലാവുള്ളൂ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുള്ളത്. എക്സർസൈസ് ഒന്ന് വായിച്ചോളൂ. മാച്ച് ദ ഫോളോയിങ് നൗൺസ് വിത്ത് അപ്രോപ്രിയേറ്റ് സിനോണിംസ്. ഇവിടെ നൗണാണ്. ഇതിൽ അഡ്മിഷൻ, കോർട്ടസി, ബേർഡൻ, കളീഗ്, അഡ്വാൻറ്റേജ്, ക്യാപ്റ്റീവ്, അങ്ങേപ്പുറത്ത് പ്രിസണർ, ലോർഡ്, അസോസിയേറ്റ്, എൻട്രി, പൊളൈറ്റ്നസ്, ബെനിഫിറ്റ്. യോജിച്ചത് ഒന്നിൻ്റെ നേരെ എടുത്തെഴുതി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. 2, മാച്ച് ദ ഫോളോയിങ് അഡ്ജക്റ്റീവ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് സിനോണിംസ്. ഇവിടെ രണ്ടാമത് അഡ്ജക്റ്റീവാണ്, ശ്രദ്ധിക്കുക. അതിൽ 5 വരെ നൊമാറ്റിക്, പ്ര്യൂഡൻറ്റ്, മിരിയാഡ്, ഡെറോഗേറ്ററി, ഡെലിജൻറ്റ് എന്നീ 5 വാക്കുകൾക്ക് അനുയോജ്യമായ സിനോണിംസ് അങ്ങേപ്പുറത്തുണ്ട്. ഇന്യൂമറബിൾ, വാണ്ടറിങ്, ജുഡീഷ്യസ്, ഇൻഡസ്ട്രിയസ്, ഡിസ്റെസ്പെക്റ്റ്ഫുൾ. അഡ്ജക്റ്റീവാണ്. ഏതാണ് അനുയോജ്യമായി എഴുതി വിട്ടുതരിക. ഓക്കെ. എക്സർസൈസ് 3 നോക്കൂ. മാച്ച് ദ ഫോളോയിങ് വേർബ്സ് വിത്ത് ദ കറക്റ്റ് സിനോണിംസ്. ഇവിടെ വേർബാണ്. അബാൻഡൻ, വിൻഡിക്കേറ്റ്, ഡെലിനിയേറ്റ്, റെസ്ട്രീവ്, എല്യൂഡ്, എബ്രോഗേറ്റ്. ഇങ്ങേപ്പുറം ജസ്റ്റിഫൈ, പോർട്രേ, ലീവ്, എബോളിഷ്, റെസ്ലെസ്, അവോയ്ഡ്. ഇതിൽ അനുയോജ്യമായ പിന്നെ വേർബിൻ്റെ സിനോണിംസ് കണ്ടെത്തുക. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ 3 എക്സർസൈസ് തന്നിരിക്കുന്നു. ഈ എക്സർസൈസുകൾ നിങ്ങൾ കൃത്യമായി സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതി സെൻഡ് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതോടുകൂടി ഇവിടെ സിനോണിംസ് എന്ത് ചെയ്യാണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ലെറ്റ് us enter to another important topics, antonyms. What do you say? Antonyms. ഇനി നമ്മൾ ആൻറ്റോണിംസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സിനോണിംസ് പര്യായ പദമാണെങ്കിൽ ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
വിപരീത പദം എന്ന് പറയും നമ്മൾ, ഓപ്പോസിറ്റ് വിപരീത പദം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പകൽ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? രാത്രി. ഓക്കെ, പുരുഷൻ ഓപ്പോസിറ്റ് എന്താണ്? സ്ത്രീ. ഓക്കെ, ഇങ്ങനെയുള്ള വിപരീത പദങ്ങളെക്കുറിച്ചാണ്, ആൻറ്റോണിംസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വിപരീത പദം പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ആൻറ്റോണിംസ്. ആൻ ആൻറ്റോണിം ഈസ് എ വേർഡ്. ആൻറ്റോണിം ഒരു വാക്കാണ്. വിച്ച് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു അനദർ. ഒരു വേർഡിൻ്റെ അർത്ഥത്തിന് എതിരെയുള്ള അർത്ഥം വരുന്ന വാക്കിനാണ് എന്ത് പറയുന്നത്? ആൻറ്റോണിം എന്ന് പറയുന്നത്. ഇൻ മെനി കേസസ്, ധാരാളം അവസരങ്ങളിൽ ആൻറ്റോണിംസ് ക്യാൻ ബി ഫോംഡ്. ആൻറ്റോണിം ഉണ്ടാക്കിയാൽ എങ്ങനെ അറിയാം നിങ്ങൾക്ക്? ബൈ ആഡിങ് എ പ്രഫിക്സ് ടു എ വേർഡ്. വേർഡിനോട് ഒരു പ്രഫിക്സ് ചേർത്തുകൊണ്ട് നമുക്ക് ആൻറ്റോണിം ഉണ്ടാക്കാം ചില കേസുകളിലൊക്കെ. അപ്പോൾ എന്താ പ്രഫിക്സ് എന്ന് ആദ്യം പഠിക്കണം. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ വൈറ്റ് എന്ന് പറഞ്ഞു. വൈറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബ്ലാക്കാണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡേ ആണ്. ഇതൊക്കെ ഒരു നോർമൽ എന്താണ്? ആൻറ്റോണിമാണ്. ഇതിൽ പ്രഫിക്സും ഇല്ല, സഫിക്സും ഒന്നുമില്ല, അങ്ങനെയൊന്നും ചേർക്കില്ല. ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രഫിക്സ് ചേർക്കും. എന്താ പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു. ക്ലൈമാക്സ് എന്ന വാക്ക്, അതിൻ്റെ വിപരീത പദം നമ്മൾ മുമ്പിൽ ഒരു വാക്ക് ചേർത്തിട്ടാണ് അതിലുണ്ടാക്കുക. ക്ലൈമാക്സിന് മുമ്പിൽ ഒരു പ്രഫിക്സ് ചേർത്തു. ആൻറ്റി ക്ലൈമാക്സ്. എന്തായി? ആൻറ്റി ക്ലൈമാക്സ്. ക്ലൈമാക്സ് എന്ന വാക്കിന് മുമ്പിൽ ആൻറ്റി ചേർത്തു, അത്രയേ ഉള്ളൂ. വേണ്ട. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോഴോ, ബ്ലാക്ക് പറഞ്ഞപ്പോഴോ ആൻറ്റി ബ്ലാക്ക് അങ്ങനെ പറഞ്ഞോ? അല്ല, നൈറ്റ് ബ്ലാക്കിന് വൈറ്റ് എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഒരു വേർഡ് തന്നെ മാറി വരികയാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു ചില വാക്കുകൾക്ക് മുമ്പിൽ എന്ത് ചേർത്താൽ മതി? പ്രഫിക്സ് ചേർത്താൽ മതി. എന്നാൽ എന്ത് കിട്ടും? ആൻറ്റോണിം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രഫിക്സ് എന്താണെന്ന് പഠിക്കണം. പ്രഫിക്സ് പഠിക്കുമ്പോൾ നമ്മൾ അതിനെ ആദ്യം പഠിക്കേണ്ടത് അഫിക്സ് എന്താണെന്നാണ്. ശ്രദ്ധിക്കൂ, അഫിക്സ്. കമോൺ, ഓൾ ഓഫ് യു റീഡ് അഫിക്സ്. ആൻ അഫിക്സ് ഈസ് എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് generally added to the beginning or end of a root. അഫിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വാക്കുകളാണ്. വാക്കുകളല്ല, ചില ലെറ്ററുകളാണ്. അപ്പോൾ 1, 2, 3 ലെറ്ററുകൾ കൂടിയതാണ് അഫിക്സ് എന്ന് പറയുന്നത്. ആഡഡ് ടു ദ ബിഗിനിങ് ഓർ എൻഡ് ഓഫ് എ റൂട്ട് വേർഡ്. ഒരു റൂട്ട് വേർഡിൻ്റെ ബിഗിനിങ്, തുടക്കത്തിലോ അല്ലെങ്കിൽ എൻഡിൽ. റൂട്ട് വേർഡ് പറഞ്ഞാൽ അടിസ്ഥാന വേർഡ്, അടിസ്ഥാന വാക്ക്. ആ അടിസ്ഥാന വാക്കിൻ്റെ തുടക്കത്തിലോ എൻഡ്, ഒടുക്കം, അവസാനത്തിലോ ചേർക്കുന്നതിന് പറയുന്നതാണ് അഫിക്സ് എന്നുള്ളത്. തിരിഞ്ഞുകൊണ്ടോ? അഫിക്സ്. അപ്പോൾ തുടക്കത്തിൽ ചേർക്കുന്നതിനും പറയും, ഒടുക്കത്തിൽ അവസാനത്തിൽ ചേർക്കുന്നതിനും പറയും, അഫിക്സ് എന്ന് പറയും. ഓക്കെ, ഇനി ദ 2 മെയിൻ ടൈപ്സ് ഓഫ് അഫിക്സസ്. 2 പ്രധാനപ്പെട്ട അഫിക്സുകളാണുള്ളത്. എങ്ങനെ? 2 പ്രധാനപ്പെട്ട അഫിക്സുകൾ. അത് ഒന്ന് പ്രഫിക്സ് എന്നും പറയും, മറ്റൊന്ന് സഫിക്സ് എന്നും പറയും. ഓക്കെ, പ്രഫിക്സ് എന്നും പറയും, സഫിക്സ് എന്നും പറയും. ഉദാഹരണം നോക്കൂ. ഇൻ ദ അൺടച്ചബിൾ എന്ന വാക്ക്. എന്ത്? അൺടച്ചബിൾ എന്ന വാക്ക്. എക്സാമ്പിൾ, എബോവ് അൺ. കണ്ട? അൺ ഇൻ ദ പ്രഫിക്സ് ആൻഡ് ഏബിൾ ഈസ് ദ സഫിക്സ്. എന്താ പറഞ്ഞത്? അപ്പോൾ ടച്ച് എന്നതാണ് റൂട്ട് വേർഡ്. എങ്ങനെ പറഞ്ഞു? ടച്ചാണ് റൂട്ട് വേർഡ്. ആ ടച്ചിൻ്റെ മുമ്പിൽ അണ്ണ് ചേർത്തു, അത് പ്രഫിക്സ്. അപ്പോൾ അൺടച്ച് എന്നായി. ആ ടച്ചിന് ശേഷം ഏബിൾ ചേർത്തു, അപ്പോൾ എന്തായി? അത് സഫിക്സ് ആയി. മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ എന്താ ഉണ്ടായത്? ടച്ച് എന്ന റൂട്ട് വേർഡ്, അതാണ് അടിസ്ഥാന വേർഡ്. ടച്ച് ചെയ്യുക. അതിൻ്റെ മുന്നിൽ അൺ ചേർത്തപ്പോൾ അൺടച്ചായി. അതിന് പറയുന്നതാണ് പ്രഫിക്സ്. അപ്പോൾ ടച്ചിൽ പ്രഫിക്സ് ചേർത്തപ്പോൾ അൺടച്ചായി. ഇനി ഒരു സഫിക്സും ചേർത്തു. സഫിക്സ് എവിടെ ചേർക്കുക? അവസാനം. അതെന്താണ്? ഏബിൾ. അപ്പോൾ ടച്ചബിൾ, അൺടച്ചബിൾ. അൺടച്ചബിൾ എന്നതിൽ എന്തുണ്ട്? പ്രഫിക്സ് ഉണ്ട്, സഫിക്സും ഉണ്ട്. പ്രഫിക്സ് പറഞ്ഞാൽ വേർഡിൻ്റെ തുടക്കത്തിൽ ചേർക്കുന്നത്, അഫിക്സ് എന്ന് പറഞ്ഞാൽ സഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അവസാനത്തിൽ ചേർക്കുന്നത്. നിങ്ങൾ മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയി ഒന്ന് നോക്കാം. ഗൈസ്, ഇനി ഒന്നും കൂടി വിശദമായി പറഞ്ഞാൽ ഇങ്ങനെ നോക്കൂ. മുകളിൽ കണ്ടോ അഫിക്സസ് എന്ന് കണ്ടില്ലേ? അഫിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്. 1, 2, 3, 4 ലെറ്റേഴ്സിന് പറയുന്നതാണ് അഫിക്സ് എന്ന് പറയാം. എങ്ങനത്തെ ലെറ്റേഴ്സ്? അറ്റാച്ച്, ബിഫോർ ആൻഡ് ആഫ്റ്റർ.
ഓഫ് ദ റൂട്ട് വേർഡ്. റൂട്ട് വേർഡിൻ്റെ മുമ്പിലോ പിന്നിലോ ചേർക്കുന്ന ഒരു കൂട്ടം ലെറ്ററുകൾക്ക് പറയുന്നതാണ് അഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായും 2 അഫിക്സ് ആണുള്ളത്. അതൊന്ന് പ്രഫിക്സ് എന്ന് പറയും, മറ്റൊന്ന് സഫിക്സ് എന്ന് പറയും. പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡിൻ്റെ മുന്നിൽ ചേർക്കുന്നത്. എങ്ങനെ? റൂട്ട് വേർഡിൻ്റെ മുന്നിൽ. ഇപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് എന്നതാണ് റൂട്ട് വേർഡ്. തിരിഞ്ഞിക്കണോ? ആക്സെപ്റ്റ് ആണ് റൂട്ട് വേർഡ്. അതിൻ്റെ മുന്നിൽ അൺ എന്ന് ചേർത്തു, അത് പ്രഫിക്സ് ആയി. മനസ്സിലായെങ്കിൽ അപ്പോൾ അൺആക്സെപ്റ്റ് എന്നായി. പിന്നെ ആക്സെപ്റ്റിനോട് ശേഷം ഏബിൾ എന്ന് ചേർത്തു, അപ്പോൾ എന്തായി? അൺആക്സെപ്റ്റബിൾ എന്നായി. അപ്പോൾ സഫിക്സ് ആയി. തിരിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആക്സെപ്റ്റിൻ്റെ മുമ്പിൽ ചേർത്തപ്പോൾ അൺ എന്നതായി, അത് പ്രഫിക്സ്. ആക്സെപ്റ്റിൻ്റെ ശേഷം ഏബിൾ ചേർത്തപ്പോൾ അത് സഫിക്സ് ആയി. അപ്പോൾ മൊത്തം എന്ത് വായിക്കാൻ പറ്റി? അൺആക്സെപ്റ്റബിൾ. അപ്പോൾ റൂട്ട് വേർഡ് എന്താണ്? ആക്സെപ്റ്റ്. മുന്നിൽ ചേർത്തത് അണ്ണ്, പ്രഫിക്സ്. വേക്കിൽ ചേർത്ത് ഏബിൾ, പ്രഫിക്സ്. മനസ്സിലായ മക്കളെ? ക്ലിയർ അല്ലേ? അവിടെ പ്രഫിക്സ് എന്താണ്, സഫിക്സ് എന്താണെന്നൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. മനസ്സിലാക്കി വായിക്കുക. തിരിയാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഗുഡ്. ഇനി ഒന്നുകൂടി വായിക്കൂ, അപ്പോൾ ഇത് മനസ്സിലാവും. പ്രഫിക്സ് കണ്ടില്ലേ നിങ്ങൾ? ഡു എന്നാണ് വേർഡ്. എന്താണ് വേർഡ്? ഡു. ഡൂവിൻ്റെ മുന്നിൽ അൺ ചേർത്തപ്പോൾ അൺഡു എന്നായി, പ്രഫിക്സ്. കണ്ടോ? പിന്നെ ഫിൽ എന്നാണ് വാക്ക്, ഫില്ല്. ആ ഫില്ലിൻ്റെ മുന്നേ നമ്മൾ റീ ചേർത്തു, അപ്പോൾ എന്തായി? റീഫിൽ, പ്രഫിക്സ് ചേർത്തു. തിരിഞ്ഞല്ലോ? ഫ്രീസ് എന്നാണ് വാക്ക്, റൂട്ട് വേർഡ്. ആ റൂട്ട് വേർഡിൻ്റെ മുന്നിലാണ് ആൻറ്റി എന്ന് പറയുന്ന പ്രഫിക്സ് ചേർത്ത്, അപ്പോൾ എന്തായി? ആൻറ്റി ഫ്രീസ് ആയി. ക്ലിയർ? ഇനി അതേപോലെ സഫിക്സ്, അത് ശേഷം ചേർക്കുന്നത്. ജോയ് എന്നതാണ് റൂട്ട് വേർഡ്. ആ റൂട്ട് വേർഡിൻ്റെ ശേഷം ഫുള്ള് ചേർത്തു, അപ്പോൾ എന്തായി? ജോയ്ഫുൾ, സഫിക്സ് ചേർത്തു. സാഡ് എന്നതാണ് റൂട്ട് വേർഡ്. ആ റൂട്ട് വേർഡിൻ്റെ ശേഷം LY എന്ന് പറയുന്ന സഫിക്സ് ചേർത്തു, അപ്പോൾ എന്തായി? സാഡലി എന്നായി. കൈൻഡ് എന്നതാണ് റൂട്ട് വേർഡ്. ആ റൂട്ട് വേർഡിന് ശേഷം നെസ് എന്ന് പറയുന്ന സഫിക്സ് ചേർത്തപ്പോൾ എന്തായി? കൈൻഡ്നെസ് ആയി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി? ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ അഫിക്സ് പഠിച്ചു. 2 പ്രധാനപ്പെട്ട അഫിക്സ് ആണുള്ളത്. ഒന്ന് പ്രഫിക്സും മറ്റൊന്ന് സഫിക്സും. പ്രഫിക്സ് എന്താണെന്നും സഫിക്സ് എന്താണെന്നും അതും പഠിച്ചു. ഇനി അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വിഷയം എന്താണ്? ചില വാക്കുകൾ എന്ത് ചെയ്യും? ചില വാക്കുകൾ ആൻറ്റോണിം ഉണ്ടാക്കുന്നത്, വിപരീത പദം ചേർക്കുന്നത് എന്ത് ചേർത്തിട്ടാണ്? പ്രഫിക്സ് ചേർത്തിട്ടാണ് എന്നർത്ഥം. അഥവാ വാക്കിൻ്റെ മുന്നിൽ എന്തോ ചേർത്തിട്ടാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് നമ്മൾ വായിക്കാൻ പോകണം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ആൻറ്റോണിംസ് പരിചയപ്പെടാം, എന്നിട്ട് മറ്റിലേക്ക് കടക്കാം. ഒന്ന് വായിച്ചോളൂ. An antonym is a word that has the opposite meaning of another word. മറ്റൊരു വാക്കിൻ്റെ വിപരീത അർത്ഥമുള്ളതിനേക്കാണ് ആൻറ്റോണിം എന്ന് പറയാം. വായിച്ചോളൂ. ബോയ്, ഗേൾ, ബൈ, സെൽ, കെയർഫുൾ, കെയർലെസ്. അടാ, കെയർഫുൾ, കെയർലെസ്, അത് സഫിക്സ് ചേർത്ത്. എക്സ്പെൻസീവ്, ചീപ്പ്. ചിയർഫുൾ, സാഡ്. ചൈൽഡ്, അഡൽട്ട്. ചില്ലി, വാം. ക്ലീൻ, ഡേർട്ടി. ക്ലെവർ, സ്റ്റുപ്പിഡ്. കോൾഡ്, ഹോട്ട്. ഡിസ്കംഫോർട്ട്, കംഫോർട്ട്. അടാ, കംഫോർട്ട്, ഡിസ്കംഫോർട്ട്, അവിടെ പ്രഫിക്സ് ആണ് ചേർത്ത്. കംപ്ലീറ്റ്, ഇൻകംപ്ലീറ്റ്, അവിടെ എന്താണ്? പ്രഫിക്സ് ഇന്ന് ചേർത്തു. കോംപ്ലക്സ്, സിമ്പിൾ. കൂൾ, വാം. കറക്റ്റ്, ഇൻകറക്റ്റ്, അവിടെയും പ്രഫിക്സ് ആണ്. കറക്റ്റ്, റോങ്, രണ്ടും പറയും. ഇൻകറക്റ്റ് എന്ന് പറയും, കറക്റ്റ്, റോങ് എന്ന് പറയും. ക്രേസി, സെയിം. ക്രിയേറ്റ്, ഡെസ്ട്രോയ്. ഡാർക്ക്, ബ്രൈറ്റ്. ഡാർക്ക്, ലൈറ്റ്, അങ്ങനെ പറയും. ഡോൺ, സൺസെറ്റ്. ഡിഫിക്കൽറ്റി, ഈസി. ഡൗൺവാർഡ്സ്, അപ്വാർഡ്സ്. ഡ്രൈ, വെറ്റ്. ഡസ്ക്, ഡോൺ. ഈസി, ഹാർഡ്. എൻറ്റർ, എക്സിറ്റ്. എക്സൈറ്റഡ്, ബോർഡ്. എക്സൈൽ, ഇൻഹെയിൽ. എക്സൈൽ, ഇൻഹെയിൽ. എക്സ്പോർട്ട്, ഇമ്പോർട്ട്. എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ. ടാൾ, ഷോർട്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ആൻറ്റോണിമിന് എക്സാമ്പിളാണ്. ഇവിടെ ഒരു വേർഡിൻ്റെ മറ്റൊരു വേർഡാണ് അധികവും യൂസ് ചെയ്തിരിക്കുന്നത്. ചില സമയങ്ങളിൽ പ്രഫിക്സ് ചേർത്തുകൊണ്ടും ചില സമയങ്ങളിൽ സഫിക്സ് ചേർത്തുകൊണ്ടും എന്തുണ്ടാക്കും? ആൻറ്റോണിംസ് ഉണ്ടാക്കും എന്നതാണ് പറയുന്നത്. മനസ്സിലായല്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി നമുക്ക് പ്രഫിക്സ് ചേർത്ത എക്സാമ്പിൾ ഒന്ന് പരിചയപ്പെടാം. പ്രഫിക്സ് കാണാം, വേർഡ് കാണാം, ഫോർമേഷൻ ഓഫ് ആൻറ്റോണിം കാണാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ AB എന്ന് പറയുന്ന പ്രഫിക്സാണ് കൊടുക്കുന്നത്. വേർഡ് നോർമൽ, അപ്പോൾ എങ്ങനെ വരും? അബ്നോർമൽ. പിന്നെ യൂസ്, AB കൊടുത്താൽ അബ്യൂസ്. കണ്ടോ? ഇനി കൊടുക്കാൻ പോകുന്നത് ആൻറ്റിയാണ്. ആൻറ്റി എന്ന വാക്കാണ്. ബോഡിക്ക് കൊടുത്താൽ ആൻറ്റിബോഡി. സോഷ്യൽ, ആൻറ്റി സോഷ്യൽ. പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ക്ലൈമാക്സ്, ആൻറ്റി ക്ലൈമാക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഡിസ് എന്ന് പറയുന്ന പ്രഫിക്സ് കൊടുത്ത് നോക്കാം.
കൊടുത്തോളൂ. അഡ്വാൻറ്റേജിന് കൊടുത്തോളൂ ഡിസ്അഡ്വാൻറ്റേജ്. ലൈക്കിന് കൊടുക്കുമ്പോൾ ഡിസ്ലൈക്ക്. അഗ്രി ഡിസ്അഗ്രി. അപ്പിയർ ഡിസപ്പിയർ. പറഞ്ഞു മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. എക്സ്ട്രാ ഓർഡിനറി കൊടുത്തോളൂ. എക്സ്ട്രാ ഓർഡിനറി. മാർഷൽ എക്സ്ട്രാ മാർഷൽ. ഓക്കെ. ഇനി ഇഗ് ഏത് ഐ ജി. നോബിൾ ഇഗ്നോബിൾ. ഇങ്ങനെയാണ് നോബിൾ ഇഗ്നോബിൾ. അത്രയേ ഉള്ളൂ കേട്ടോ, ഒന്നേ ഉള്ളൂ. ഇനി ഐ എൽ ലീഗൽ. ഐ എൽ കൊടുത്തോളൂ ഇല്ലീഗൽ. ലെജിറ്റിമേറ്റ് ഇല്ലെജിറ്റിമേറ്റ്. ലെജിബിൾ ഇല്ലെജിബിൾ. കണ്ടോ? ഇനി ഐ എം കൊടുത്തു നോക്കൂ. ബാലൻസ് ഇംബാലൻസ്. മെറ്റീരിയൽ ഇംമെറ്റീരിയൽ. പെർഫെക്റ്റ് ഇംപെർഫെക്റ്റ്. പോസിബിൾ ഇംപോസിബിൾ. കണ്ടില്ലേ? ഇനി ഐ എൻ കൊടുത്തു നോക്കൂ. ആക്റ്റീവ് ഇൻആക്റ്റീവ്. ആക്റ്റീവ് ഇൻആക്റ്റീവ്. കേപ്പബിൾ ഇൻകേപ്പബിൾ. കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ്. കണ്ടോ? ഇനി ഐ ആർ കൊടുത്തു നോക്കൂ. ഐ ആർ റാഷണൽ ഇറാഷണൽ. റിക്കവറബിൾ ഇറിക്കവറബിൾ. ഓക്കെ അല്ലേ? ഇനി എം ഐ എസ് മിസ് കൊടുത്തു നോക്കാം പ്രഫിക്സ് ആയിട്ട്. ബിഹേവ് മിസ്ബിഹേവ്. കണ്ടോ? ഗൈഡ് മിസ്ഗൈഡ്. ഫയർ മിസ്ഫയർ. ഇനി നോൺ കൊടുക്കൂ. എൻ ഒ എൻ. വയലൻസ് നോൺ വയലൻസ്. ഫിക്ഷൻ നോൺ ഫിക്ഷൻ. കൺഫോമിറ്റി നോൺ കൺഫോമിറ്റി. കണ്ടോ? ഇനി അൺ കൊടുത്തു നോക്കൂ. അൺ ഏബിൾ അൺഏബിൾ. നോൺ അൺനോൺ. ഹാപ്പി അൺഹാപ്പി. ലോഡ്ജ് അൺലോഡ്ജ്. കൈൻഡ് അൺകൈൻഡ്. കണ്ടോ മക്കളെ? ഇവിടെയൊക്കെ നമ്മൾ ആ റൂട്ട് വേർഡിന് മുമ്പ് എന്ത് കൊടുത്തു? പ്രഫിക്സ് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻറ്റോണിം കിട്ടി. ഓക്കെ. ഇനി നമ്മൾ സഫിക്സ് കൊടുത്ത നേരത്തെ കണ്ടു. എന്ത്? കെയർ. കെയറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കെയർലെസ് എന്നാണ്. എന്താണ്? കെയർലെസ്. അവിടെ എന്താ കൊടുത്തത്? സഫിക്സ് ആണ്. ലെസ് ആണ് കൊടുത്തത് കേട്ടോ. അത് വേർഡിൻ്റെ ശേഷം അത് സഫിക്സ് ആണ്. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? ഗുഡ്. സഫിക്സ് ചേർത്തിന് എക്സാമ്പിൾ പറഞ്ഞത് കെയർ കെയർലെസ് അല്ലേ? മറ്റൊന്ന് എംപ്ലോയർ എംപ്ലോയി. കണ്ട? എംപ്ലോയർ എന്ന് പറയുന്ന വാക്കിനോട് കൂടെ ഒരു ഈം കൂടി ചേർത്തു. സഫിക്സ് ചേർത്തപ്പോൾ എംപ്ലോയി മുതലാളി തൊഴിലാളി. ഫിയർഫുൾ ഫിയർലെസ്. കണ്ട? അങ്ങനെ സഫിക്സ് ചേർത്തു. ഹാംഫുൾ ഹാംലെസ്. കണ്ടോ? മേഴ്സിഫുൾ മേഴ്സിലെസ്. താങ്ക്ഫുൾ താങ്ക്ലെസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സഫിക്സ് ചേർത്ത് റൂട്ട് വേർഡിനോട് ശേഷം സഫിക്സ് ചേർത്തതിന് എക്സാമ്പിളാണ്. യു അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ആൻറ്റോണിംസ് എന്താണെന്ന് മനസ്സിലായി. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ വിപരീത പദമാണ്. ഓക്കെ. അപ്പോൾ ആൻറ്റോണിംസ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേർഡിൻ്റെ മറ്റൊരു വാക്ക് കറക്റ്റായി പറയാം. ഉദാഹരണം നൈറ്റ് ഡേ പോലെ, ബ്ലാക്ക് വൈറ്റ് പോലെ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അഫിക്സുകൾ ചേർത്തുകൊണ്ട്. അഫിക്സ് രണ്ട് വിധമുണ്ട്. പ്രഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്. സഫിക്സ് പറഞ്ഞാൽ വേർഡിൻ്റെ റൂട്ട് വേർഡിൻ്റെ ശേഷം. സഫിക്സ് പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡിൻ്റെ മുന്നേ ചേർത്തുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? ആൻറ്റോണിംസ് ഉണ്ടാക്കാം. അത് നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്കൊരു എക്സർസൈസ് ഇവിടെ തരികയാണ്. ഈ എക്സർസൈസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. താഴെ തന്നിരിക്കുന്ന വാക്കിൽ ഏതാണോ ഓപ്പോസിറ്റ് അത് കണ്ടെത്തുക. സിഗ്നിഫിക്കൻ്റ് എന്ന വേർഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫിക്കിളാണോ, ട്രിവിയൽ ആണോ, ക്ലോസ് ആണോ, റിയൽ ആണോ? ഓപ്പോസിറ്റ് എന്ന് നിങ്ങൾ ഡിക്ഷണറി നോക്കി കണ്ടെത്തണം കേട്ടോ. ഹോസ്റ്റൈൽ എന്ന വേർഡിൻ്റെ സഡൻ ആണോ, കോസ്റ്റ്ലി ആണോ, ഫ്രണ്ട്ലി ആണോ, അൺഫെയർ ആണോ? എക്സെൻട്രിക് ഈക്വൽ ആണോ, മീൻ ആണോ, നോർമൽ ആണോ, അൺഹാപ്പി ആണോ എന്ന് കണ്ടെത്തുക. ഓക്കെ. ലേറ്റൻറ്റ്. ലേറ്റൻറ്റ് എന്ന വേർഡിൻ്റെത് ആക്ച്വൽ ആണോ, ഫൈൻ ആണോ, അപ്പാരൻ്റ് ആണോ, കോൺക്രീറ്റ് ആണോ? അഫേബിൾ സൂത്തിങ് ആണോ, ഇംപൊളൈറ്റ് ആണോ, ഇറഗുലർ ആണോ, മോഡേൺ ആണോ? നിങ്ങൾ കണ്ടെത്തണേ. മിനിയേച്ചർ ലൈറ്റ് ആണോ, സ്മാൾ ആണോ, കളർലെസ് ആണോ, ലാർജ് ആണോ? ക്രോണിക് പ്ലാൻഡ് ആണോ, സൂത്തിങ് ആണോ, ടെമ്പററി ആണോ, മൺറ്റെയിൻ ആണോ? വാനിറ്റി ട്രിഫ്റ്റി എന്നാണോ, ഫേം എന്നാണോ, വൾഗറിറ്റി എന്നാണോ, ഹ്യൂമിലിറ്റി എന്നാണോ? അറോഗൻറ്റ് ഇൻസൈൻ എന്നാണോ, മീക്ക് എന്നാണോ, സെൽഫിഷ് എന്നാണോ, റിഡിക്യുലസ് എന്നാണോ? സക്കംബ് ഹാം എന്നാണോ, റെസിസ്റ്റ് എന്നാണോ, റിലീസ് എന്നാണോ, സറൗണ്ട് എന്നാണോ? ഇതൊന്നും അർത്ഥം ഞാൻ പറയാത്തത് നിങ്ങൾ ഡിക്ഷണറിയും കൂടി നോക്കി കണ്ടെത്തുക എന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇതിൽ കിട്ടണം. അതിനാണ് ഇതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ അർത്ഥം നോക്കിക്കഴിയുക, വേർഡ് നോക്കുക, ഇതിൽ സൂട്ടായ ഓപ്പോസിറ്റ് ഏതാണെന്ന് അതിൻ്റെയും അർത്ഥം നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഗുഡ്. ഇനി അവസാനത്തെ എക്സർസൈസാണ് ഈ ചാപ്റ്ററിലെ 4ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സർസൈസ് നോക്കുക. ഫൈൻഡ് ഔട്ട് വെദർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് വേർഡ്സ് ആർ സിനോണിംസ് ഓർ ആൻറ്റോണിംസ്. ഇവിടെ ഒരു പെയർ വേർഡ്സ് ഉണ്ട്, ഒരു ജോഡി വാക്കുകളുണ്ട്.
അത് ആൻറ്റോണിംസ് ആണോ സിനോണിംസ് ആണോ എന്ന് നിങ്ങൾ പറയണം. മൻഡേറ്ററി കമ്പൽസറി ആൻറ്റോണിം ആണോ സിനോണിം ആണോ ഡിക്ഷണറി നോക്കി കിട്ടും. ഓക്കെ. ഓബ്സ്റ്റിനേറ്റ് അഡമൻറ്റ്, ജുബിലൻറ്റ് ഡിലൈറ്റഡ്, അമേച്ചർ പ്രൊഫഷണൽ, ലെവിറ്റി സീരിയസ്നെസ്, പ്ലഷർ ഡിസ്മേ, പെറ്റുലൻറ്റ് ചൈൽഡിഷ്, വൾണറബിൾ വീക്ക്, സിവൻറ്റ് സ്കോളാർ, ചൈൽഡ് അപ്രിഷിയേറ്റ്. ഇത്തരം ഒരു ജോഡി വാക്കുകൾ 10 ജോഡി വാക്കുകളുണ്ട്. ഇതിൽ ചില വേർഡ്സുകൾ സിനോണിംസ് ഉണ്ട്, ചില വാക്കുകൾ ആൻറ്റോണിംസും ഉണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, എന്നിട്ട് സെൻഡ് ചെയ്യുക. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ആൻറ്റോണിംസും സിനോണിംസുമാണ്. അത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ അസൈൻമെൻറ്റ് പ്രോജക്റ്റ് വർക്കുകൾ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്ത് തരിക. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഹാവ് എ നൈസ് ഡേ.